ഓ സുഹൃത്തുക്കളെ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അതാ പ്രസംഗിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ പോയ എത്ര ദിവസങ്ങളുണ്ട്. ഇരിട്ടിയിൽ പ്രസംഗിക്കുന്നു ശൈഖുന കാന്തപുരം ഉസ്താദ്. എന്നെ വടകരയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു അഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ ഒരാള്. അപ്പോഴേക്ക് വടകര എത്തുമ്പോഴേക്ക് ഞാനൊരു 10-20ഓളം പ്രസംഗം വന്ന് നടത്തിയിട്ടുണ്ട്. മർദ്ദന പക്ഷാചരണം എന്ന് മർദ്ദന പ്രതിഷേധ പക്ഷാചരണം എന്ന് പറഞ്ഞ പരിപാടിയാണ്. തിരുവള്ളൂരിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ 2 ബസ്സിൽ ആളുകൾ വന്നിറങ്ങി നേരെ വന്നിട്ട് എന്റെ സമീപത്തൊരു വലിയ പണ്ഡിതനുണ്ട്, തിരുവള്ളൂർ അഹമ്മദ് മുസ്ലിയാർ. ഖത്തറിൽ നമ്മുടെ ICF-ന്റെ പ്രസിഡന്റായിരുന്നു, മരണപ്പെട്ടു പോയി. അല്ലാഹ് സ്വർഗം കൊടുക്കട്ടെ. അദ്ദേഹത്തിനെ മാറി പിടിച്ചടിക്കുകയാണ്. അദ്ദേഹം ഒരു ഹാർട്ട് രോഗിയാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ വെച്ച് പരിപാടി നിർത്തേണ്ടി വന്നു. ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. പക്ഷേ പ്രസംഗങ്ങൾ ഓരോന്നോരോന്ന് കഴിഞ്ഞ് വടകരന്ന് ഇരിട്ടി ചെന്ന് നോക്കുമ്പോ ഉസ്താദിന് തീരെ ശബ്ദമില്ല, പ്രസംഗിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ അഹമ്മദ് സയ്യിദ് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ശബ്ദം പോരാ. 4 ഭാഗത്തും പ്രശ്നങ്ങളാണ്. ഭക്ഷണം ഉണ്ടാക്കിയ വീട്ടിൽ പോയിക്കൂടാ. സുബ്ഹാനല്ലാഹ്, ഞാനവിടെ കയറി എന്നെ കൊണ്ട് കഴിയും പോലെ ഞാനും പ്രസംഗിച്ചു. ഉസ്താദിന്റെ കാറിൽ കയറിയിട്ട് സുബ്ഹാനല്ലാഹ് എങ്ങനെയോ അവിടുന്ന് വിട്ടു. ഇപ്പോഴിങ്ങോട്ട് വരാൻ കഴിയുന്നില്ല സ്റ്റേജിലേക്ക്. സ്നേഹിക്കുന്ന ജനങ്ങൾ വന്ന് പൊതിയാണ്. അന്ന് അങ്ങനെയല്ല, ആക്രമിക്കുന്നവർ വന്ന് പൊതിയാണ്. അതുകൊണ്ട് എങ്ങനെയോ വണ്ടി കയറി വണ്ടി വിട്ടു. സുബ്ഹാനല്ലാഹ്, ഒന്നും കഴിച്ചിട്ടില്ല. കൂത്തുപറമ്പിലെത്തിയപ്പോ, എത്രയോ കിലോമീറ്റർ ഓടി കൂത്തുപറമ്പിലെത്തിയപ്പോ ജുമാഅത്ത് പള്ളിയുടെ സമീപത്തെത്തി ഉസ്താദ് ഡ്രൈവറോട് തന്നെ വണ്ടി നിർത്തി, ഇനിയൊന്ന് മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞു. അവിടുന്ന് മൂത്രമൊഴിച്ച് വീണ്ടും കയറി. അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മുസ്തഫ, അയാളും മരിച്ചുപോയി. അയാൾ പറഞ്ഞു, ഇവന് പേരോട് ഞാൻ അങ്ങ് കൂട്ടും. ഉസ്താദ് പറഞ്ഞു, പോകാൻ പറ്റൂല, ആരാ നോക്കണം. സുബ്ഹാനല്ലാഹ്, ആളെ മനസ്സിലായപ്പോ പോയി. അയാളെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹം ദോശയും ചായ ഉണ്ടാക്കി തന്നു. പിന്നെ എന്നെ കൊണ്ടുപോയി വീട്ടിലിറക്കി തന്നു. ഞാനിത് പറഞ്ഞു തന്നത് ഈ രൂപത്തിൽ കഠിനാധ്വാനം ചെയ്ത് വളർത്തിയതാണ് നമ്മുടെ SOS, നമ്മുടെ SSF, നമ്മുടെ കേരള മുസ്ലിം ജമാഅത്ത്, നമ്മുടെ പണ്ഡിത സഭ, നമ്മുടെ സർവ സംഘടനകളും. ആ സംഘടന ക്ഷയിക്കാൻ പാടില്ല. അതിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തനം നടത്തണമെന്ന് എല്ലാ മുഅ്മിനീങ്ങളോടും വസിയ്യത്തായി പറയട്ടെ. ഈ ഞാനൊരു മഅ്സൂമായ നബിയല്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഞാനൊരു സംഘടനാ പ്രവർത്തകനാണ്. എനിക്ക് ചിലപ്പോൾ ചില ന്യൂനതകൾ ഉണ്ടാവും.